ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1832. ഇന്ന് ജനുവരി മാസം 5-ാം തീയതി. ഈ ആണ്ടിലെ ആദ്യത്തെ ഞായറാണ്. ക്രിസ്തുയേശുവിന്റെ ബാല്യകാല വളർച്ചയെക്കുറിച്ച് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അവസാനിക്കുന്നിടത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രസാദത്തിൽ വളർന്നു വന്നു. അങ്ങനെ ജ്ഞാനത്തിലും ആ ദൈവത്തിന്റെ കൃപയിലുമൊക്കെ മനുഷ്യരുടെ പരിഗണനയിലും പരിലാളനയിലുമൊക്കെ വളർന്നു വരിക. ഒരുപക്ഷെ അത്തരമൊരു ബാല്യകാലമോ വളർച്ചയോ നമുക്ക് കിട്ടിയിട്ടില്ല. അതൊരു വലിയൊരു ഭാരമായും സങ്കടമായും കുറവായും നമ്മളെ വലയ്ക്കുന്നുണ്ടാവും. അതിനി വലിയ പ്രായശ്ചിത്തത്തിന് സാധ്യതയൊന്നുമില്ല. നേടിയെടുക്കുക, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സ്വയം പാകപ്പെടുക എന്നത് അല്ലാതെ നമ്മളായിട്ട് ഒപ്പമുള്ളവരെ ജ്ഞാനത്തിലും കൃപയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഒക്കെ പ്രീതിയിൽ വളർത്താറുണ്ട്. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയതൊക്കെ ഏറ്റവും നന്നായി ഇരട്ടയായി മടക്കി കൊടുക്കാനും കിട്ടാതെ പോയ ചില ഇത്തരം സുഹൃതങ്ങൾ കിട്ടാത്തതിനും കൂടി ഇരട്ടിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറാനും ഒക്കെ പറ്റുക. അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, ചക്കക്കുരു കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതിനകത്ത് എന്താ ഉള്ളേ? കുട്ടികൾ ആരും ഒന്നും മിണ്ടിയില്ല. ആരോ പറഞ്ഞു അതിനകത്തൊന്നുമില്ല. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഒരു ചക്കക്കുരുവില് ഒരു പ്ലാവും അത് നിറയെ ചക്കകളുമുണ്ട്. അകമറിയാതെ ആരെന്നറിയാനാവില്ല. പുറമേയുള്ള അഴകിലോ ആകൃതിയുടെ അളവിലോ ആർക്കും ആരെയും വിലയിരുത്താനും ആവില്ല. എല്ലാവരും ഇങ്ങനെ വിലയിരുത്തുന്നത് തൽസ്ഥിതി അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയാണ് എല്ലാ മൂല്യ നിർണയങ്ങളും. അത് വളരെ എളുപ്പമാണ്. ആഴത്തിലുള്ള വിശകലനങ്ങളൊന്നും അതിന് ആവശ്യവുമില്ല. പക്ഷെ നാളെ എന്തായി തീരും എന്നുകൂടി ഒന്ന് ദീർഘവീക്ഷണത്തോടുകൂടി കാണാനായി കഴിയുന്നവർക്കല്ലേ ശരിയായ വിധത്തില് മൂല്യനിർണയം സാധിക്കുകയുള്ളൂ. അങ്ങനെ കണ്ടുമുട്ടുന്നവരുടെ സാധ്യതകൾ കൂടി, നാളത്തെ സാധ്യതകൾ കൂടി തിരിച്ചറിയാൻ കഴിയുന്ന നല്ല ഗുരുക്കന്മാര് നമുക്കായി മാറാൻ പറ്റും. പുറംഭാവം മാത്രം കാണാൻ കഴിയുന്നവർ എന്തൊരു പരാജയമല്ലേ. ആത്മാവിനെ ഒന്ന് തൊടണ്ടേ. അത് മക്കളുടെ കാര്യത്തിലായാലും കൊച്ചുമക്കളുടെ കാര്യത്തിലായാലും പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലായാലും നയിക്കുന്ന ആടുകളുടെ കാര്യത്തിലായാലും എല്ലാ മേഖലയിലും കുറെ കൂടി ഒരു വിശാലമായ കാഴ്ചപ്പാടിന്, ആഴമുള്ള ഹൃദയ ബന്ധത്തിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എൻ്റെ നിങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്വം കുറെ കൂടി ഭംഗിയായി പ്രകടമാകേണ്ടത്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.